എന്തൊക്കെ വീരവാദം മുഴക്കിയ, ചുറ്റും എത്ര പോലീസുകാരെ നിർത്തിയാലും വീണ ജോർജിനോട് പറയാനുള്ളത് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട്. ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ, അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിലൊക്കെ ധാരാളം ചാൻസ് ഉണ്ട്. കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. 2 തവണ കണ്ടു, ഇന്നലെയും കണ്ടു, നവീൻ ബാബു മരിച്ചപ്പോഴും കണ്ടു. അതുപോലുള്ള അഭിനയത്തിൽ അത് ഒരു കഴിവ് വേണം. അത് രണ്ടിനും കഴിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കഴിവ് നമുക്കാർക്കും ഇല്ല. പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തൊക്കെ കുറച്ച് കഴിവുണ്ട്. എന്റെ അത്ഭുതം, നമ്മുടെ വാസവൻ എന്ത് പറ്റും? അദ്ദേഹം ഒരുപാട് രാഷ്ട്രീയ പാതയിലൂടെ കടന്നു വന്ന ആളല്ലേ, പാരമ്പര്യമുള്ള ആളല്ലേ. ലോക്കൽ സെക്രട്ടറി മുതല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ്. ഇപ്പൊ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം എന്തിനാണ് ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആടാൻ നിൽക്കുന്നതിന്? എനിക്ക് അതാണ് അത്ഭുതം. അദ്ദേഹത്തിന്റെ കാര്യത്തിലെ ഗൗരവം, അദ്ദേഹം കൂട്ടുമതിയാണ് കേട്ടോ. കാരണം പക്ഷെ മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്പോട്ടിലേക്ക് നിഷേധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പക്ഷേ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണ ജോർജിനെ ഒഴിവാക്കാൻ നിവൃത്തിയില്ല. ഏതായാലും പിണറായി വിജയന് ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. പിന്നെ ഇലക്ഷൻ നമുക്കറിയാം, 8 മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം. പക്ഷേ ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ വല്ലാതെ അങ്ങ് ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ മിക്കവാറും പെൻഷൻ വാങ്ങേണ്ടി വരില്ല. കാരണം 8 മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം ഉണ്ടാവും. അതുപോലെ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന വിഭാഗക്കാരോട് പറയുകയാണ്. ഇന്നലെ ചില ഡിവൈഎഫ്ഐക്കാരുടെ ഇത് കണ്ടു. അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ ചുണയുള്ളവർ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. മറ്റു പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ വെടിക്കെട്ടുകാരെ ഉടുക്കൂട്ടി പഠിപ്പിക്കരുത്. അതേ ഞാൻ ഡിവൈഎഫ്ഐക്കാരോടും എസ്എഫ്ഐക്കാരോടൊക്കെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇനി താമസിയാതെ ദയവായി വീണ ജോർജ് രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയറ്റണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മഹിളാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.